വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ ഒരു വീടിന് വിള്ളൽ കണ്ടെത്തിയതിൽ ആശങ്ക. 1-ാം സോണിലെ നൌഫലിന്റെ വീടിന്റെ ടെറസിലാണ് വിള്ളൽ കണ്ടെത്തിയത്. എന്നാൽ ഇത് സ്ലാബിലുള്ള വിള്ളലല്ലെന്നും പൂർണ്ണമായും പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നും ഊരാളുങ്കൽ അധികൃതർ വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലെ ഫേസ് 1-ൽ അതായത് ആദ്യം പൂർത്തിയായ 178 വീടുകളിൽ A8 എന്ന വീടിൻ്റെ മെയിൻ സ്ലാബിൽ ടെറസിലാണ് ഇത്തരത്തിൽ ഒരു വിള്ളൽ പോലെ കാണുന്നത്. ഇതിപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ വെള്ളം കെട്ടി നിർത്താനായി ഇങ്ങനെ സിമൻ്റ് ഇട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. KT നൌഫലിൻ്റെ ലഭിച്ചിരിക്കുന്ന വീടാണിത്. 2 ആഴ്ചയായി ശ്രദ്ധയിൽപ്പെട്ടിട്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായി. അല്ല, ഇതിൽ മാത്രം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും കുറച്ച് വെള്ളം ഉണ്ടായി. പക്ഷേ ഞാൻ എന്നിട്ട് താഴെ പോയി നോക്കുമ്പോൾ അതിൻ്റെ ഒരു കിനിവ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ എഞ്ചിനീയർക്ക് സംസാരിച്ച് അപ്പോൾ എഞ്ചിനീയർ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ എഞ്ചിനീയർ വാതിൽ പൂട്ടിയിട്ട് പോയിക്കണ്. അതേപോലെ തന്നെ ഈ ഡോറൊക്കെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ഒക്കെ സൈഡ് അതൊക്കെ പൊട്ടിക്കണ്. കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർ അതിനൊരു നല്ല ഒരു വർത്തമാനമല്ല പറയണത്. ഈ സൈഡൊക്കെ ഇതൊക്കെ ഇവിടുന്ന് ഇതുവരെയാണ് കീറിയിരിക്കണത്. ഇതിപ്പോൾ ഒരു മെയിൻ സ്ലാബിലെ തേപ്പിലെ പൊട്ടല്ല, സ്ലാബ് തന്നെ വിള്ളലുണ്ടെന്നാണ് പറയുന്നല്ലേ? ഇത് സ്ലാബ് വീണ്ടതാണ്, അല്ലെങ്കിൽ തേപ്പ് പൊട്ടാന്ന് വെച്ചാൽ നമുക്കറിയാം. ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം ഇത് സ്ലാബ് വീണ്ടതാണിത്. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിയുടെ CEO അരുൺ ബാബുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ നൌഫലുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ സ്ലാബിലുള്ള ഒരു പൊട്ടാണ്. ഇപ്പോൾ ചുമരിലോ തേപ്പിലോ ഉള്ളതാണെങ്കിൽ ആശങ്കയില്ലായിരുന്നു, ഇതിലൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, ഇങ്ങനെ പൊട്ടലില്ല. ഇത് സത്യം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷ്രിങ്കേജ് ക്രാക്ക്. ഇപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഷ്രിങ്കേജ് ക്രാക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ പെരിഫറിയിലായിട്ട് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സസീവ് ചൂടുള്ളപ്പം ഉണ്ടാകുന്ന ഒരു സിനാരിയോ ആണ്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനൊരു കൺസിഡറേഷൻ വന്നു, അവിടെ എവിടെയാണ് ഡാംപ്നെസ് വന്നത് അത് ചെക്ക് ചെയ്യാൻ. ഓക്കെ, ആ ഏരിയയിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു. ആ പെൻസിലിൻ്റെ മാർക്കിങ്ങിനെയാണ് കൂടുതലും ക്രാക്കാണെന്നും പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്തത്. അങ്ങനെ അത് നമ്മുടെ പ്രോസസ്സിൻ്റെ പാർട്ട്, വാട്ടർ പ്രൂഫിങ്ങിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്ന പ്രോസസ്സിൻ്റെ പാർട്ടാണ്. മഴയ്ക്ക് മുൻപ് എന്തായാലും 178 വീടുകളും താമസയോഗ്യമാക്കി നൽകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും ഊരാളുങ്കൽ അധികൃതർ പ്രകടിപ്പിക്കുന്നത്. ജസ്റ്റിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.